5 മിനിറ്റ് കൂടുമ്പോൾ ബസ് ഓടുന്ന മെക്കാഡൻ ടാർ റോഡിനോട് ചേർന്ന് ബിൽഡിംഗ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, പെട്രോൾ പമ്പ്, EV ചാർജിംഗ് സ്റ്റേഷനൊക്കെ തുടങ്ങാൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ടോ? ഇതാക്കണം ഈ കാണുന്നതാണ് സ്ഥലം. മൊത്തം 60 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ വീടോ സ്ഥല പ്രോപ്പർട്ടിയൊക്കെ അതുപോലെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പരസ്യം ചെയ്തിട്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോഴേ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്ന കണ്ണൂർ ജില്ലയിൽ വായാട്ടുപറമ്പ കവലയിലാണ് കേട്ടോ. നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്ന ചപ്പാരപ്പടവും അതുപോലെ വില്ലേജ് വെള്ളാടുമാണ്. പിന്നെ തളിപ്പറമ്പ് താലൂക്കിലും പെട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം അതുപോലെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിനും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോയിട്ട് കാണാം. നമുക്ക് പോയേക്കാം. ഇരിട്ടിക്ക് പോണ ബസ്സാണ് കേട്ടോ. ഇരിട്ടി പയ്യാവൂരൊക്കെ പോണ ബസ്സാണ്. പിന്നെ നമുക്ക് അവിടെ നോക്കിയാൽ കാണാം നമ്മളെ വായാട്ടുപറമ്പ കവലയാണ് ആ കാണട്ടെ. അവിടെ നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആലക്കോട്, കരുവഞ്ചാൽ, ചെറുപുഴയ്ക്കൊക്കെ പോണതാണ്. കരുവഞ്ചാലിന് ഒരു 3.5 കിലോമീറ്ററും ആലക്കോടിന് ഒരു 6 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിരി ഇതാക്കണേ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മളെ സ്ഥലം ഉള്ളത്. നമുക്ക് ഈ ഒരു സൈഡ് ഫ്രണ്ടേജ് ഏകദേശം ഒരു 35 മീറ്റർ ഫ്രണ്ടേജ് വരുന്നുണ്ട് കേട്ടോ. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തളിപ്പറമ്പിനൊക്കെ പോണതാണ്. തളിപ്പറമ്പിന് ഏകദേശം ഒരു 18 കിലോമീറ്റർ ദൂരമുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് കണ്ണൂരിന് പോകാം. കണ്ണൂരിനൊരു 40 കിലോമീറ്റർ ദൂരമുള്ളത്. അതുപോലെ നിങ്ങൾ നോക്കിയാൽ അടുത്തൊക്കെ വീടുകളെല്ലാം ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉള്ളത് നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ കേട്ടോ. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 42 കിലോമീറ്റർ ദൂരമാണുള്ളത്. പിന്നെ ഇതാക്കണേ കറണ്ടിൻ്റെ കണക്ഷനൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളെ പ്ലോട്ടിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട്. നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിരി എൻ്റെ ഏകദേശം നമുക്ക് ഇവിടം വരെയാണ് വരുന്നത് കേട്ടോ. ഇവിടം വരെയാണ് വരുന്നത്. ഇപ്പോൾ നമുക്കൊരു 35 മീറ്റർ ഫ്രണ്ടേജ് നമുക്ക് ഈ സൈഡിൽ തന്നെ വരുന്നുണ്ട്. നമ്മളെ സ്ഥലം മൊത്തം 60 സെൻറ്റ് സ്ഥലമാണുള്ളത്. ഇത് താഴെ 30 സെൻറ്റ് സ്ഥലവും അതിനകത്ത് പിന്നെ മേലെ ഒരു 30 സെൻറ്റ് സ്ഥലമാണുള്ളത്. മേലെ റോഡ് അടക്കമാണ് 30 സെൻറ്റ് സ്ഥലം വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്ഥലത്തിനകത്തോട്ട് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. പോയൊക്കെ നമുക്ക്. പിന്നെ നമ്മൾ പ്ലോട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇവിടെ ഇപ്പോൾ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലം നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരു കാറിൻ്റെ ഷോറൂമൊക്കെ തുടങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ. തുരുതുരാ ബസ്സാണ് പോണല്ലേ. എത്രങ്ങാനും ബസ്സാണ് ഇപ്പോൾ പോണതില്ലേ? മിനിറ്റിന് ബസ്സാണ്. കണ്ണൂരിനായിട്ടും തളിപ്പറമ്പിനായിട്ടും ഇരിട്ടിക്കായിട്ട് എല്ലായിടത്തേക്കും ഉണ്ട് ബസ്. വന്നിട്ട് തന്നെ എത്രങ്ങാനും ബസ് പോയതില്ലേ. ഇതാണ് ഇപ്പോൾ നമ്മളെ പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം ലെവലായിട്ട് കിടക്കാണ്ട്. നമ്മളെ ഈ ഒരു ഏരിയയിൽ ഇതേപോലെ എന്താ പറയുക ബിൽഡിംഗ് പർപ്പസിനുള്ള ടാറിങ് റോഡിനോടൊക്കെ ചേർന്നിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സ്, ബിൽഡിങ്ങുകൾ, ക്വാർട്ടേഴ്സുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റിയ കിണ്ണായ സ്ഥലം. തുടങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് നോക്കിക്കോളി. നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ടാണ്. ഒരു എന്താ പറയുക ഒരു കുറ്റോ കുറവോ ഒരു സംഭവങ്ങളോ പറയാനല്ല. അങ്ങനത്തെ ഒരു അടിപൊളി ഒരു മുതലും ഫുള്ള് ഇങ്ങനെ തെളിഞ്ഞ് കിടക്കാണ്ട്. ഇതിപ്പോൾ മൊത്തത്തിൽ ഇതിപ്പോൾ ഒരു 30 സെൻറ്റ് സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ മൊത്തത്തിൽ. പിന്നെ ഇതിൻ്റെ മേലേക്ക് ഉണ്ട് ഇതിൻ്റെ ബാക്കി മൊത്തം 60 സെൻറ്റ് സ്ഥലമാണ്. മുകളിലുള്ളതും 30 സെൻറ്റ് സ്ഥലം. അത് റോഡ് അടക്കമാണ് 30 സെൻറ്റ് സ്ഥലം വരുന്നത്. നമുക്ക് കാണിച്ചു കൊടുക്കട്ടോ. ഇത് നിങ്ങൾ കണ്ടില്ലേ എന്താ പറയുക പെട്ടെന്ന് നമുക്ക് ഫുള്ള് ഫ്രണ്ടേജ് വ്യൂ നന്നായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അടിപൊളി സൈറ്റ് സ്ഥലമാണ്. ഇനി ഇങ്ങോട്ട് നമുക്ക് അങ്ങോട്ടും കൂടെ ഫുള്ള് ഇതാണ് ഇതേപോലെ മതിലെല്ലാം ഇതെല്ലാം കെട്ടി നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട് അല്ലേ. അതെ. ഇനി നമുക്ക് മേലത്തെ രണ്ടാമത്തെ പ്ലോട്ട് കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ. അത് കാണിച്ചു കൊടുക്കാൻ നമുക്ക്. അപ്പോൾ അവിടേക്ക് നമ്മുടെ പ്ലോട്ടിനകത്തോട്ട് പോകേണ്ട വഴി കേട്ടോ. ഇപ്പം നിലവിൽ 11 അടി വീതിയുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ്. വലിയ വണ്ടി അടക്കം പോകാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളാണ് ഉള്ളത് കേട്ടോ. താഴെ നമുക്ക് ഈ ഒരു പ്ലോട്ട് 30 സെൻറ്റ് സ്ഥലമാണ്. ഈ ഒരു പ്ലോട്ട് മൊത്തത്തിലേ കൊടുക്കുള്ളൂ കേട്ടോ. മേലത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലോട്ടുകളായിട്ട് 2 പ്ലോട്ടൊക്കെ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ്. ഏത് വാഹനങ്ങൾ വേണമെങ്കിലും പോകാനുള്ള റോഡ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്താ പറയുക കാറോ ജീപ്പോ ലോറി എല്ലാം കയറി പോണ വഴി തന്നെയാണ് അല്ലേ. ഇനിയിപ്പോൾ നമ്മളൊരു വീടൊക്കെ വെച്ച് താമസിക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അടുത്തുള്ള ആരാധനാലയങ്ങൾ പറഞ്ഞാൽ ഇവിടെ ചാണകക്കുണ്ട്, കരുണാപുരം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. അതുപോലെ തന്നെ അവിടെ മുസ്ലിം പള്ളി ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വായാട്ടുപറമ്പ് കാലയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. അതുപോലെ തന്നെ പിള്ളേരെ സ്കൂളിലോട്ട് പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് വായാട്ടുപറമ്പ് കാലയിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അമ്പലം അവിടെ നടക്കാനുള്ള ദൂരത്ത് തന്നെ ഉള്ളൂ വായാട്ടുപറമ്പ് കവലയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് പള്ളി ചർച്ച എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് അടുത്ത് തന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ അടുത്തുണ്ട്. പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കരുവഞ്ചാൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലെല്ലാം ഉണ്ട്. സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലെല്ലാം ഉണ്ട്. 3.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്ലോട്ട് കേട്ടോ. ഫുള്ള് ഇങ്ങനെ ഈ ഒരു പ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പകുതിയായിട്ട് മൊത്തം ഈ ഒരു പ്ലോട്ട് മൊത്തം 25 സെൻറ്റ് സ്ഥലമാണ്. വഴിയടക്കം 30 സെൻറ്റ് സ്ഥലമായിട്ട് വരും കേട്ടോ. അപ്പം പകുതി വേണമെങ്കിൽ പകുതിയായിട്ട് കൊടുക്കും. 12 സെൻറ്റിൻ്റെ ഒരു പ്ലോട്ടും 13 സെൻറ്റിൻ്റെ ഒരു പ്ലോട്ടുമായിട്ട് അങ്ങനെ പ്ലോട്ടാക്കിയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് പ്ലോട്ടിൻ്റെ മേലെ ആ ഭാഗത്തോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ അടുത്ത് വെള്ളമൊക്കെ കിട്ടുന്നതാണ്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് താഴെ തന്നെ നമുക്ക് പുഴ പോകുന്നുണ്ട് അല്ലേ. അതെ. പിന്നെ നിലവിൽ ഇപ്പോൾ ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ കിണർ തന്നെയാണുള്ളത്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നല്ല കിടിലൻ പ്ലോട്ട് തന്നെയാണ്.
അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഓണറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്ഥലത്തിൻ്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ നേരിട്ട് തന്നെ ഓണറായിട്ട് കോൺടാക്ട് ചെയ്യാം അല്ലേ. നിങ്ങൾക്ക് ഏത് പ്ലോട്ടാണ് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് പറഞ്ഞാൽ ഓണർ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്പർ 98 95 18 18 86 ഈ ഒരു സ്ഥലത്തിൻ്റെ എന്ത് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറെ നേരിട്ട് തന്നെ വിളിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ബൈ.